തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിലെ SIT സംഘം പരിശോധന നടത്തുകയാണ്. ചെങ്ങന്നൂരിലെ വീട്ടിലാണ് പരിശോധന. വീട്ടിലെത്തിയ തന്ത്രിയുടെ മരുമകളെ വീട്ടിലേക്ക് കടത്തിവിട്ടില്ല. വീട്ടിലുണ്ടായിരുന്ന അകന്ന ബന്ധുക്കളെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു എന്നതാണ്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ആലപ്പുഴയിൽ ചെങ്ങന്നൂരിൽ നിന്ന് ചേരുന്നു. രഘു, എത്ര സമയമായി ഈ പരിശോധന നടക്കുന്നു? വേറെ ആരെങ്കിലും അങ്ങോട്ട് വരികയുണ്ടായോ? വീട്ടിൽ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ മാത്രം എന്ന നിലയിലാണോ പരിശോധന പോകുന്നത്? ഈ വിഷയം 2:50 തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ചെങ്ങന്നൂര് തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലെ വലിയ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടുകൂടി എനിക്ക് പിന്നിലുള്ള തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിലെത്തിയത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മയും ഭാര്യയും മകളും ഒപ്പം തന്നെ മകനും കൊച്ചുമക്കളും അടക്കം വീട്ടിലുണ്ടായിരുന്നു. ചില അടുത്ത ബന്ധുക്കളും ഉണ്ടായിരുന്നു. റെയ്ഡ് തുടങ്ങിയ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളോട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അവർ പോവുകയും ചെയ്തു. 3:30 തന്ത്രിയുടെ മകൻ ബ്രഹ്മദത്തന്റെ ഭാര്യയും അഭിഭാഷകയുമായ അവർ ഇവിടെ എത്തുകയും വീടിനകത്തേക്ക് കയറി പോകുന്നതിന് അനുമതി ചോദിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയില്ല. ഒരു അല്പസമയം 5 മിനിറ്റ് മുൻപ് അവരെ വീട്ടിനകത്തേക്ക് കടന്നു പോകാൻ അനുവദിക്കുകയും ചെയ്തു. സാധാരണ നിലയിൽ അറസ്റ്റിന് പിന്നാലെ ഇത്തരത്തിൽ പ്രതികളുടെ വീട്ടിൽ പരിശോധന നടത്തുക സ്വാഭാവിക നടപടിയാണ്. കേസിനെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അതിനായിട്ടുള്ള ലക്ഷ്യം. പ്രധാനമായും SIT കോടതിയിൽ അറിയിച്ചിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രേഖകളോ മറ്റേതെങ്കിലും വിശദാംശങ്ങളോ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുക എന്നുള്ളതാണ് ഈ റെയ്ഡിന്റെ ഉദ്ദേശ ലക്ഷ്യം. 1 മണിക്കൂറിലധികമായി റെയ്ഡ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തൊട്ടടുത്ത് തന്നെയാണ് താഴമൺപാട് കുടുംബത്തിലെ പല ആളുകളും താമസിക്കുന്നത്. ചില ആളുകൾ വീട്ടിലേക്ക് എത്തിയിരുന്നു. അവരെ ഒന്നും കയറി പോകാൻ അനുവദിച്ചിരുന്നില്ല. കാരണം ഒരു വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് വീട്ടിലാണെങ്കിലും അവിടെ റെയ്ഡ് നടക്കുമ്പോൾ പുറത്തു നിന്ന് അകത്തേക്ക് ആളുകളെ അകത്തു നിന്ന് പുറത്തേക്ക് ആളുകളെയോ കിടത്തി വിടുക പതിവുള്ളതല്ല. 10-ൽ താഴെ ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തിയത് തിരുവനന്തപുരത്ത് നിന്ന്. പക്ഷേ ഒരു സുരക്ഷാ ഭീഷണി സ്വാഭാവികമായിട്ട് തന്നെ താഴമൺ കുടുംബം ഒരു വലിയ രീതിയിൽ ഹിന്ദു സമൂഹത്തിനിടയിൽ വലിയ രീതിയിൽ ബഹുമാനത്തിന് പാത്രമാകുന്നൊരു കുടുംബമാണ്. ഇപ്പോൾ തന്നെ പല രീതിയിൽ ഇത്തരത്തിൽ തന്ത്രിയെ കുടുക്കിയതാണെന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ടുകൂടി ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാകാം വലിയ പോലീസ് സന്നാഹം ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെങ്ങന്നൂരിലെ തന്ത്രിയുടെ വീട്ടിൽ ഇപ്പോഴും 2:50 പരിശോധന ആരംഭിച്ചത്. ഇപ്പോഴും പരിശോധന തുടരുന്നു എന്നതാണ്. രഘു, ഇതിനുശേഷം ഈ ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ വന്നതിന് പിന്നാലെ കൂടുതൽ ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തുകയുണ്ടായോ? ഈ തന്ത്രിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള മറ്റാരെങ്കിലും സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരുമായി അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു വരുത്തി വിവരങ്ങൾ അറിയാൻ വേണ്ടി അങ്ങനെ വിളിച്ചു വരുത്തുന്ന സാഹചര്യം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ചെങ്ങന്നൂരും പരിസരത്തുമുള്ള വിവിധ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഇവിടെയുള്ളത്. CI അടക്കം 2 CI അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അകത്ത് എന്താണ് നടക്കുന്നത്, ഏത് ഉദ്യോഗസ്ഥരാണ് വന്നതെന്ന് ഇവർക്ക് കൃത്യമായ വിവരങ്ങളില്ലേ. കാരണം ഇത് ഹൈക്കോടതിയുടെ ഒരു നിയന്ത്രണത്തിൽ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ട് തന്നെ അടച്ചിട്ട മുറിയിലാണ് ഇതിന്റെ വാദങ്ങളും രേഖകൾ സമർപ്പിക്കലും. അത്രയും ഒരു വലിയ ഒരു വൻ സന്നാഹത്തോടു കൂടി അല്ലെങ്കിൽ പുറത്തേക്ക് വിവരങ്ങളൊന്നും വരാത്ത രീതിയിൽ നടക്കുന്ന അന്വേഷണമാണ്. അതുകൊണ്ട് വിവരങ്ങൾ പുറത്തു വരുവാൻ കുറച്ചധികം സമയമെടുക്കും, അല്ലെങ്കിൽ അതിന് ചില പരിമിതികളുണ്ട്. അത് രാവിലെ മുതൽ ചില BJP നേതാക്കളടക്കം അയ്യപ്പ സേവ സംഘത്തിന്റെ പ്രവർത്തനടക്കം ചില ആളുകൾ എത്തിയിരുന്നു. ബന്ധുക്കൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 ബന്ധുക്കൾ ഈ വീടിനകത്തുണ്ടായിരുന്നു. ഈ റെയ്ഡ് ആരംഭിച്ച ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇവരോട് കാര്യങ്ങൾ ചോദിക്കുന്ന ഘട്ടത്തിലാണ് ഇവരോടും പുറത്തു പോകാൻ ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് അവർ പുറത്തു പോവുകയും ചെയ്തു. നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ് പത്മകുമാറിന്റെ അടക്കമുള്ള വീടുകളിൽ ഈ കേസിലെ പ്രതികളുടെ വീടുകളിൽ മണിക്കൂറുകൾ പാതിരാത്രി വരെ നീണ്ടുന്ന തിരച്ചിലുകളാണ് നടന്നത്. പക്ഷേ ഇവിടെയും അങ്ങനെയുള്ള തിരച്ചിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടിയായിരിക്കാം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. രഘു തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്താണ് BJPയുടെ ജില്ലാ നേതാക്കൾ അവിടെ എത്തിയിരുന്നു. ഇന്ന് മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. അതിൽ പ്രത്യേകിച്ചും സജി ചെറിയാനൊക്കെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് തന്ത്രി എന്ന നിലയ്ക്ക് തന്നെയാണ്. മറ്റ് P. രാജീവ് അടക്കമുള്ളവർ പ്രതികരിച്ചെങ്കിലും അവർ പെട്ടെന്ന് തന്ത്രിയിലേക്ക് അങ്ങനെ ഒരു കുറ്റം ആരോപിക്കുന്ന നിലയിലല്ല. BJPയുടെ മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ്റെയൊക്കെ പ്രതികരണം ഇത് തന്ത്രിയിൽ എങ്ങനെ പോയി, അതിലൊരു സംശയമുണ്ട് എന്ന് തന്നെ. ആചാര ലംഘനം എന്നത് എങ്ങനെയുള്ള കണ്ടെത്തലാണ്? അത് തന്ത്രിയെ കൊടുക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം ഉണർത്തുന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ. ആരെയും പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ പോലും സംശയമുണ്ട് എന്ന് ആവർത്തിക്കുകയാണ്. അപ്പോൾ മറ്റ് നാട്ടിൽ അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ ആരെങ്കിലും കൂടുതലായിട്ട് അവിടെ എത്തുകയോ ഈ കുടുംബവുമായിട്ട് സംസാരിക്കുന്ന സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
ദിവിഷ്, ശബരിമല യുവതീ പ്രവേശന വിധി ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഇതുപോലൊരു ആശയക്കുഴപ്പം, എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളൊരു ആശയക്കുഴപ്പം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ CPM ആ യുവതീ പ്രവേശനം നടപ്പിലാക്കാൻ മുന്നോട്ട് വരികയും നമ്മൾ കാണുന്ന രീതിയിൽ അവിടെ യുവതീ പ്രവേശനം നടത്തുകയും ഇതിനുശേഷം പറഞ്ഞതെല്ലാം റിവേഴ്സ് അടിച്ചു പോകുന്ന കാഴ്ചയാണ് CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആദ്യഘട്ടത്തിൽ യുവതീ പ്രവേശനത്തിനെ അനുകരിച്ച RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ പിന്നീട് ഒരു പൊതുവികാരം അതിനെതിരെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് കണ്ട് ആ നിലപാട് RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം ഈ വിഷയത്തിലുമുണ്ട്. കാരണം തന്ത്രിയെ, അതായത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു. ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും? തന്ത്രിക്കൊപ്പം നിൽക്കുമോ അതോ ഹൈക്കോടതിയുടെ അന്വേഷണ സംഘത്തിനൊപ്പം നിൽക്കുമോ എന്നുള്ളൊരു ആശയക്കുഴപ്പം എല്ലാ രാഷ്ട്രീയ സംഘടനകൾക്കുണ്ട്. പ്രത്യേകിച്ച് ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരു അത്ര മോശം പ്രൊഫൈലുള്ള അല്ലെങ്കിൽ അത്ര മോശം പാരമ്പര്യമുള്ള ഒരാളല്ല ശബരിമലയിലെ തന്ത്രി എന്ന് പറയുന്നത്. തന്ത്രി എന്ന് പറയുമ്പോൾ ശബരിമലയിലെ മാത്രം തന്ത്രിയല്ല, കേരളത്തിന് അകത്തും പുറത്തും രാജ്യത്തിന് പുറത്തും നൂറുകണക്കിന് ക്ഷേത്രങ്ങളുടെ താന്ത്രിക ചുമതലയുള്ള ഒരു കുടുംബമാണ് താഴമൺ മഠം. നൂറ്റാണ്ടുകളായി അവർ ഈ താന്ത്രിക വിദ്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ട് തന്നെ ആളുകൾക്കൊക്കെ ഒരു ഭക്തി, ബഹുമാനം, പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകൾക്ക് നമ്മൾ വിശ്വാസികൾ വിശ്വസിക്കുന്നത് പോലെ ആ മൂർത്തിയുടെ പിതാവ് എന്നുള്ള അർത്ഥത്തിൽ ആ കുടുംബത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ തന്ത്രിയുടെ ചുമതല വഹിക്കുന്ന ആളുകൾക്ക് ഈ മേൽശാന്തിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു ആ പൂജ ചെയ്യുന്ന ആളിനോടപ്പുറം ഒരു ബഹുമാനമൊക്കെ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് തന്നെ ഈ കുടുംബത്തിനോടും അത്തരത്തിൽ ആളുകൾക്ക് ഒരു ബഹുമാനം ഉള്ള കുടുംബം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹത്തെ, കാരണം താന്ത്രിക വിദ്യ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തുന്നതെന്നല്ല, ദേവസ്വം ബോർഡല്ല തന്ത്രിയെ നിയമിക്കുന്നത്, അവർക്ക് പരമ്പരാഗതമായി കൈമാറി വരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാഫും അല്ല, അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് ശമ്പളമല്ല കൊടുക്കുക, മറിച്ച് ശബരിമലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രത്തിലോ വിശേഷാൽ പൂജകൾ നടക്കുമ്പോൾ തന്ത്രി പങ്കെടുത്താൽ ദക്ഷിണയാണ് കൊടുക്കുക, ശമ്പളമല്ല കൊടുക്കുക, ദക്ഷിണയാണ് കൊടുക്കുക. ആ ക്ഷേത്രത്തിൻ്റെ തന്ത്രപരമായ കാര്യങ്ങൾക്കാണ് തന്ത്രിക്ക് ചുമതലയുള്ളത്. ആ ക്ഷേത്രത്തിൻ്റെ മുതലോ സ്വത്തോ സംരക്ഷിക്കുക എന്നുള്ളത് തന്ത്രിയുടെ ഉത്തരവാദിത്തമല്ല. ഇവിടെ തന്ത്രിക്കെതിരായിട്ടുള്ള SIT കഴിഞ്ഞ ദിവസം റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞത് തന്ത്രി അനുജ്ഞ കൊടുത്തില്ല എന്നുള്ളത്. അതായത് ശ്രീകോവിലടക്കം ക്ഷേത്രത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആ മൂർത്തിയുടെ അനുജ്ഞ വാങ്ങണം. അത് തന്ത്രിയാണ് ഒരു പൂജാ കർമ്മത്തിന്റെ ഭാഗമായി ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമാണ്. ആ കാര്യം തന്ത്രി അനുജ്ഞ വാങ്ങി നൽകിയില്ല എന്ന് മാത്രമല്ല, അവിടെ നടന്ന ഇത്തരത്തിൽ സ്വർണ്ണപ്പാളി മാറ്റിയതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ തന്ത്രി ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ഉയരുന്ന ചോദ്യം, ദേവസ്വം ബോർഡാണ് ആ മുതലിൻ്റെ കസ്റ്റോഡിയൻ. ആ കസ്റ്റോഡിയനായിട്ടുള്ള ദേവസ്വം ബോർഡ് അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ തന്ത്രി എന്തിനു വേണ്ടിയാണ് അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണുന്നത്? ആ രീതിയിൽ അതായത് ഈ തന്ത്രിയെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ അങ്ങനെ പല വാദങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അതിനൊക്കെ മറുപടി പറയേണ്ടത് SIT ആണ്. ഈ തന്ത്രിയുടെ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ നൽകുമ്പോൾ വിശദമായ റിപ്പോർട്ടിൻ്റെ കൂടിയായിരിക്കും നൽകുക. അപ്പോൾ മാത്രമേ എന്താണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് നയിച്ച കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ശരിയാണ്, തീർച്ചയായും SIT-യുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ അറസ്റ്റിലേക്ക് പോയത്, എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളുടെ വിവരങ്ങളാണ്. അതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, അത് നമുക്കറിയാം ബംഗളൂരുവിലെ ക്ഷേത്രത്തിൻ്റെ അടക്കം താന്ത്രിക ചുമതല വഹിക്കുന്നത് തന്ത്രിയാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള സാമ്പത്തിക കൈമാറ്റങ്ങളായിരുന്നു. അതിനപ്പുറത്തേക്ക് സ്വാഭാവികമായ വലിയ തുകകളുടെ കൈമാറ്റം, പ്രത്യേകിച്ചും ഈ കൊള്ളയുടെ കാലഘട്ടത്തിൽ അത്തരത്തിൽ വലിയ തുകകളുടെ കൈമാറ്റമൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സംശയത്തിൻ്റെ നിലയിൽ തന്നെയാണ്. ഏത് നിലയിലുള്ള തെളിവുകളാണ് SIT-യുടെ കൈവശമുള്ളതെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതുമായി ബന്ധപ്പെട്ട പരിശോധന, അന്വേഷണം അതാണിപ്പോൾ തന്ത്രിയുടെ വീട്ടിൽ നടക്കുന്നത്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകളുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന പരിശോധനയാണ്. അത് എത്ര സമയം നീണ്ടുപോകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. 2:50 മുതൽ, ഇപ്പോൾ സമയം 4:15 2:50 മുതൽ തുടങ്ങിയ പരിശോധനയാണ് ചെങ്ങന്നൂരിലെ താഴമൺ കുടുംബത്തിൻ്റെ ഈ തന്ത്രിയുടെ വീട്ടിൽ പോലീസ് SIT സംഘം നടത്തുന്നത്. രഘുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.